ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഹൈ വാല്യൂ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന ആ രണ്ട് പവർഫുൾ ലീഡേഴ്സ് വീണ്ടും സംസാരിച്ചിരിക്കുകയാണ്. അതെ, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തമ്മിൽ നടന്ന ലേറ്റസ്റ്റ് ഫോൺ കോളിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഗ്ലോബൽ മീഡിയയിൽ ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നത്. കേവലം ഒരു ഫോൺ കോൾ എന്നതിലുപരി വരാനിരിക്കുന്ന ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റിന്റെ സൂചനയാണിത്. ട്രംപ് അധികാരമേറ്റ ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണിത്. പക്ഷേ ഈ സംഭാഷണത്തിന്റെ ഹൈലൈറ്റ് മ്യൂച്വൽ റെസ്പെക്ട് എന്ന വാക്കിനോടൊപ്പം ഷി ജിൻപിങ് നൽകിയ ഒരു കടുത്ത മുന്നറിയിപ്പാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക കളിക്കുന്ന കളി അത്ര നല്ലതല്ലെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം? അമേരിക്കയുടെ സ്വാധീനം ചൈനയെ എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട്? ട്രംപിന്റെ പ്രതികരണം എന്തായിരുന്നു? പരിശോധിക്കാം. ഫെബ്രുവരി 4 നടന്ന ഈ ഹൈ പ്രൊഫൈൽ ഫോൺ കോൾ ചർച്ചയിൽ പ്രധാനമായും 3 കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ. 1, വ്യാപാര ബന്ധങ്ങൾ. 2, യുക്രൈൻ റഷ്യ യുദ്ധം. 3, ഏറ്റവും സെൻസിറ്റീവായ തായ്വാൻ ഇഷ്യൂ. ഷി ജിൻപിങ് തന്റെ സംസാരത്തിൽ ഉടനീളം ഊന്നൽ നൽകിയത് മ്യൂച്വൽ റെസ്പെക്ട്, അതായത് പരസ്പര ബഹുമാനം എന്ന പോയിന്റിലാണ്. ലോകത്തെ ഏറ്റവും വലിയ 2 എക്കണോമികൾ തമ്മിലുള്ള ബന്ധം സമാധാനപരമായിരിക്കണമെന്ന് ഷി ജിൻപിങ് എടുത്തു പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികൾ തമ്മിൽ ഉടക്കിയാൽ അത് ലോകത്തെ തന്നെ തകിടം മറിക്കുമെന്ന് ഷി ജിൻപിങ് ട്രംപിനെ ഓർമ്മിപ്പിച്ചു. വ്യാപാര മേഖലയിലെ തർക്കങ്ങൾ വളരെ രമ്യമായി പരിഹരിക്കാൻ താൻ തയ്യാറാണെന്ന ഒരു പോസിറ്റീവ് സിഗ്നലും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ട്രംപ് ആകട്ടെ ഈ സംഭാഷണം വളരെ മികച്ചതായിരുന്നു എന്നും ചൈനയുമായുള്ള തന്റെ വ്യക്തിപരമായ ബന്ധം വളരെ ശക്തമാണെന്നും ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുമുണ്ട്. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും സംസാരം തായ്വാന്റെ കാര്യത്തിൽ എത്തിയപ്പോഴത്തേക്കും ചർച്ചയുടെ ശൈലി അല്പം മാറിയിരുന്നു. എന്തുകൊണ്ടാണ് ചൈന ഇത്രത്തോളം ഈ ഒരു വിഷയത്തിൽ പ്രകോപിതരാകുന്നത്? ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ അവരുടെ ഒരു പ്രവേശയാണ്. എന്നെങ്കിലും ഒരു ദിവസം തായ്വാനെ ചൈനയുമായി കൂട്ടിച്ചേർക്കുമെന്നത് ഷി ജിൻപിങ്ങിന്റെ വലിയൊരു പ്രഖ്യാപനമാണ്. ഇതിനെ ചൈനയുടെ കോർ ഇൻട്രസ്റ്റ് എന്നാണ് അവർ വിളിക്കുന്നത്. എന്നാൽ തായ്വാൻ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യമായി നിലകൊള്ളാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെയാണ് അമേരിക്കയുടെ റോള് വരുന്നത്. അമേരിക്ക ഔദ്യോഗികമായി തായ്വാനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്നില്ലെങ്കിലും തായ്വാന്റെ ഏറ്റവും വലിയ സൈനിക പങ്കാളി അമേരിക്കയാണ്. ഈ അടുത്ത കാലത്ത്, അതായത് 2025 ഡിസംബറിൽ തായ്വാന് $11 ബില്യൺ ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചിരുന്നു. ഈ ഒരു ആംസ് ഡീലാണ് ചൈനയെ പ്രകോപിപ്പിച്ചത്. ഹിമാർസ് റോക്കറ്റ് ലോഞ്ചറുകൾ, ഓൾട്ടീസ് ലോയിറ്ററിംഗ് മിനീഷ്യൻസ്, അത്യാധുനിക ഡ്രോണുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഷി ജിൻപിങ് അങ്ങനെ ട്രംപിനോട് പറഞ്ഞത് വളരെ വ്യക്തമാണ്. തായ്വാൻ വിഷയത്തിൽ അതീവ ജാഗ്രത പാലിക്കണം, ആയുധങ്ങൾ വിൽക്കുന്നത് നിർത്തണം. ഇത് ചൈനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക നടത്തുന്ന കടന്നുകയറ്റമായിട്ടാണ് ബീജിംഗ് കണക്കാക്കുന്നത്. ഇനി തായ്വാൻ വിഷയത്തിൽ അമേരിക്കയ്ക്കുള്ള താല്പര്യവും അവരുടെ സ്വാധീനവും കേവലം രാഷ്ട്രീയപരം മാത്രമല്ല. ഇതിന് പിന്നിൽ ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ സാമ്പത്തിക സൈനിക കാരണങ്ങളുണ്ട്. അമേരിക്കയ്ക്ക് തായ്വാൻ കടലിടുക്കിലുള്ള സ്വാധീനം വളരെ വലുതാണ്. എന്തുകൊണ്ട് അമേരിക്ക തായ്വാനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നു? ഇതിന് പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. ഒന്നാമതായി സെമി കണ്ടക്ടർ ഡൊമിനൻസ് ആണ്. ഇന്നത്തെ ലോകത്ത് സെമി കണ്ടക്ടർ ചിപ്പുകൾ ഇല്ലാത്ത ഒരു ഇലക്ട്രോണിക് ഉപകരണവും പ്രവർത്തിക്കില്ല. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ മുതൽ അത്യാധുനിക മിസൈലുകൾ വരെ ഇതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച 90% ചിപ്പുകളും നിർമ്മിക്കുന്നത് തായ്വാനിലെ TSMC, തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. ആപ്പിൾ മുതൽ അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങളിൽ വരെ ഉപയോഗിക്കുന്നത് ഈ ചിപ്പുകളാണ്. ഈ ഒരു സാഹചര്യത്തിൽ തായ്വാൻ ചൈനയുടെ കയ്യിലായാൽ ഈ ചിപ്പ് നിർമ്മാണത്തിന്റെ നിയന്ത്രണം മുഴുവൻ ചൈനയ്ക്ക് ലഭിക്കും. ഇത് അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷയെ കാര്യമായി ബാധിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിലിറ്ററി സ്ട്രാറ്റജിയാണ്. ചൈനയെ പസഫിക് സമുദ്രത്തിലേക്ക് കടക്കാൻ അനുവദിക്കാതെ തടയുന്ന ഒരു ഫസ്റ്റ് ഐലൻഡ് ചെയിനിലെ പ്രധാന കണ്ണിയാണ് തായ്വാൻ. പസഫിക് സമുദ്രത്തിൽ ചൈനയുടെ അധികാരം തടയാൻ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു സൈനിക അതിർത്തിയാണ് ഈ ഫസ്റ്റ് ഐലൻഡ് ചെയിൻ എന്ന് പറയുന്നത്. ജപ്പാൻ, തായ്വാൻ, ഫിലിപ്പൈൻസ് എന്നീ ദ്വീപുകൾ കോർത്തുകൊണ്ട് ഉള്ള ഒരു പ്രതിരോധ നിരയാണിത്. തായ്വാൻ ചൈനയുടെ കയ്യിലായാൽ ചൈനീസ് നാവികസേനയ്ക്ക് പസഫിക് സമുദ്രത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കും. ഇത് അമേരിക്കയുടെ സൈനിക താവളങ്ങളായ ഗുവാം, ഹവായ് എന്നിവിടങ്ങൾക്ക് ഭീഷണിയാകും. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സുരക്ഷാ പങ്കാളിത്തവും ആയുധ കച്ചവടവും. അതായത് അമേരിക്കയും തായ്വാനും തമ്മിൽ ഔദ്യോഗികമായ ഒരു പ്രതിരോധ കരാർ ഇല്ല എങ്കിലും തായ്വാൻ റിലേഷൻസ് ആക്ട് പ്രകാരം തായ്വാന് സ്വയം പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ നൽകാൻ അമേരിക്ക ബാധ്യസ്ഥരാണ്. ചൈനയുടെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ തായ്വാനെ ഒരു പ്രൊക്യുപ്പൈൻ സ്ട്രാറ്റജിയാക്കി മാറ്റുകയാണ് അമേരിക്ക. അതായത് ചൈന ആക്രമിച്ചാൽ അവർക്ക് വലിയ നാശനഷ്ടം വരുത്താൻ തക്കവണ്ണം തായ്വാനെ ആയുധമണിയിക്കുന്നു. ഇനിയുള്ളത് ജനാധിപത്യം വേഴ്സസ് കമ്മ്യൂണിസമാണ്. അതായത് അമേരിക്ക തങ്ങളെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരായിട്ടാണ് കാണുന്നത്. ഏഷ്യയിൽ ജനാധിപത്യം സംരക്ഷിക്കുക എന്നത് അമേരിക്കയുടെ ഒരു നയമാണ്. തായ്വാനെ കൈവിട്ടാൽ ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അതായത് തായ്വാനെ സംരക്ഷിക്കുക എന്നത് പസഫിക് മേഖലയിൽ അമേരിക്കയുടെ മേധാവിത്വം നിലനിർത്താൻ അത്യാവശ്യമാണ് എന്നർത്ഥം.
ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ട്രംപ് ഭരണകൂടം തായ്വാന്റെ ഡിഫൻസ് ബജറ്റ് അവരുടെ GDP-യുടെ 10% വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. നിലവിൽ അത് 3.3% എത്തിയിട്ടുണ്ട്. 2026 എന്ന വർഷം US-ചൈന ബന്ധത്തിൽ വളരെ നിർണായകമാണ്. ശരിക്കും ഷി ജിൻപിങ് ഈ വർഷത്തെ മ്യൂച്വൽ റെസ്പെക്റ്റിനുള്ള വർഷമാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ട്രംപ് ഏപ്രിൽ മാസത്തിൽ ചൈന സന്ദർശിക്കാൻ പോകുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ചൈനീസ് കമ്പോളത്തിലേക്ക് കൂടുതൽ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് സോയാബീൻസ് കയറ്റി അയക്കാൻ ഈ ചർച്ചയിലൂടെ ധാരണയായിട്ടുണ്ട്. ഏകദേശം 20 മില്യൺ ടൺ സോയാബീൻസ് ഈ സീസണിൽ ചൈന വാങ്ങും എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ബിസിനസ് കാര്യങ്ങളിൽ ഇവർ ഒത്തുപോകുന്നുണ്ടെങ്കിലും സൈനിക കാര്യങ്ങളിൽ ഇപ്പോഴും വലിയൊരു വിടവ് നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ഇനി ട്രംപിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ സംഭാഷണത്തെ വിശേഷിപ്പിച്ചത് എക്സലന്റ് ആൻഡ് ലോങ് കോൺവെർസേഷൻ എന്നാണ്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത് ഇങ്ങനെയാണ്: ചൈനയുമായുള്ള ബന്ധം നിലവിൽ അതീവ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന്. ഇനി ഷി ജിൻപിങ് ആവശ്യപ്പെട്ട മ്യൂച്വൽ റെസ്പെക്ട് നടപ്പിലാക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ടി വരും. അല്ലെങ്കിൽ 2026 എന്നത് ആഗോള സാമ്പത്തിക മേഖലയെ പിടിച്ചുകുലുക്കുന്ന മറ്റൊരു കടുത്ത വ്യാപാര യുദ്ധത്തിന്റെ, അതായത് ഒരു ട്രേഡ് വാർ 2.0യുടെ തുടക്കമായിരിക്കും. ഏതായാലും തായ്വാൻ വിഷയത്തിൽ ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നതിലാണ് ലോകത്തിന്റെ കണ്ണുകൾ. ട്രംപ് എപ്പോഴും ഒരു ഗ്രേറ്റ് ഡീൽ മേക്കർ എന്നാണ് സ്വയം വിശേഷിപ്പിക്കാറുള്ളത്. ഒരു വശത്ത് ചൈനയുമായി ബിസിനസ് റിലേഷൻസ് നന്നാക്കാൻ നോക്കുമ്പോഴും മറുവശത്ത് തായ്വാന്റെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രഷർ ട്രംപിന് മേലുണ്ട്. ഷി ജിൻപിങ് പറഞ്ഞതുപോലെ ഒരു ജയന്റ് ഷിപ്പ് പോലെ ഈ ബന്ധത്തെ നയിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതൊരു ഡിപ്ലോമാറ്റിക് ചെസ് ഗെയിം തന്നെയാണ്. ഒരു വശത്ത് ഷി ജിൻപിങ് മുന്നറിയിപ്പുകൾ നൽകുന്നു, മറുവശത്ത് ട്രംപ് പുതിയ ബിസിനസ് ഡീലുകൾ ഉണ്ടാക്കുന്നു. പക്ഷെ തായ്വാൻ എന്ന പവർ സെന്ററിൽ ആര് വിജയിക്കും എന്നത് വരും മാസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.